ഇന്ത്യൻ പട്ടാളത്തിൽ രുദ്രനും ഭൈരവനും ചേരാൻ പോകുന്നു. ചേർന്ന് കഴിഞ്ഞു. രുദ്രനും ഭൈരവനും ആരാണെന്നറിയാമോ? രുദ്രനെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. കാറ്റ്, കൊടുങ്കാറ്റ്, വായു, വേട്ട ഇവയുടെയൊക്കെ ദേവതയാണ് ഒരു രുദ്രൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമചന്ദ്രൻ ഒരു രൂപത്തെ കണ്ട് വസിഷ്ഠനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ രൂപം എന്ന് പറഞ്ഞാൽ 10 കൈകളും കയ്യിൽ തൃശൂലവും തൃക്കണ്ണുമൊക്കെ ആയിട്ടുള്ള രൂപമാണ്. അപ്പം മനസ്സിലായല്ലോ രുദ്രൻ ആരാണെന്ന്. പരമശിവൻ, ശിവൻ്റെ ഒരു രൂപഭാവമാണ് രുദ്രൻ എന്നാണ് പൊതുവിൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭൈരവൻ കാലഭൈരവൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കാലഭൈരവൻ എന്ന് പറയുന്നത് മഹാദേവൻ്റെ, പരമശിവൻ്റെ ഏറ്റവും ക്രോധരൂപത്തിലുള്ള ഏറ്റവും കോപിഷ്ഠനായിട്ടുള്ള ഒരു രൂപമാണ് കാലഭൈരവൻ എന്ന് പറയുന്നത്. ഇതും ശിവാംശമാണ്. അപ്പോൾ ശിവാംശമുള്ള 2 പേരുകൾ ഇന്ത്യൻ സേനയിലേക്ക് വരികയാണെന്ന് ഇന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരസേനയുടെ തലവനാണ്. അപ്പോൾ കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ആഘോഷവേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ് നമ്മുടെ സേനയിൽ ഒരു വലിയ മാറ്റം കരസേനയിൽ വന്നിരിക്കുന്നു. നമ്മൾ 2 പുതിയ സേനാ വിഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്നിൻ്റെ പേര് രുദ്ര എന്നും മറ്റത് ഭൈരവ് എന്നുമാണ്. അപ്പോൾ രുദ്ര എന്ന് പറയുന്നത് ഒരു പുതിയ ബ്രിഗേഡാണ്. ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ ഓരോ സേനയ്ക്കും പ്രത്യേക എയർഫോഴ്സിനും ഒക്കെ പ്രത്യേക ബ്രിഗേഡുകളുണ്ട്. പക്ഷേ ഈ ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ വിവിധ സേനാ വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തുള്ളൊരു ബ്രിഗേഡാണ് രുദ്ര ബ്രിഗേഡ്. അതിനകത്ത് ഇപ്പോൾ 2 ഇൻഫൻട്രികൾ രുദ്രയുടെ 2 ഇൻഫൻട്രികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അത് മറ്റ് 2 ഇൻഫൻട്രികളെ രുദ്രയാക്കി മാറ്റുകയായിരുന്നു. രുദ്രയ്ക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ നീഡിയായിട്ടുള്ള കൂട്ടിച്ചേർക്കൽ ആഡോൺസ് ഒക്കെ വരുത്തിയിട്ടാണ് രുദ്രയുടെ 2 ഇൻഫൻട്രികൾ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഇൻഫൻട്രി ഉണ്ട്, മെക്കനൈസ്ഡ് ഇൻഫൻട്രി ഉണ്ട്, പിന്നെ കവചിത യൂണിറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ പാറ്റൻ ടാങ്ക് അങ്ങനെയുള്ള കവചിത വാഹനങ്ങൾ, പീരങ്കിപ്പട, ബൊഫോഴ്സ് പോലെയുള്ള നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ ഈ തദ്ദേശീയമായി നിർമ്മിച്ച ആ പീരങ്കികൾ ഉൾപ്പെടെയുള്ളവ, പിന്നെ സ്പെഷ്യൽ ഫോഴ്സുകൾ, ആളില്ലാ വിമാനം, ഇതെല്ലാം ചേരുന്നതാണ് ഇനി കരസേനയുടെ രുദ്ര ഇൻഫൻട്രി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ രുദ്ര ഇൻഫൻട്രി നിലവിൽ വന്നു. അപ്പം ഇതുവരെ നമ്മുടെ സേനയിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ സേനാ വിഭാഗം. പീരങ്കിപ്പടയുണ്ട്, കാലാളുണ്ട്, വിമാനമുണ്ട്, സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്, കമാൻഡോ ഫോഴ്സുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അങ്ങനെയുള്ള ഇപ്പം നമുക്ക് കമാൻഡോസ് പറഞ്ഞെങ്കിൽ കമാൻഡോ ഫോഴ്സ് വേറെയാണ്. അപ്പോൾ ഖാത്തക്ക് എന്നൊക്കെ പറഞ്ഞുള്ള കമാൻഡോ ഫോഴ്സുകളുണ്ടോ, അല്ലെങ്കിൽ മാർക്കോ എന്നൊക്കെ പറയുന്ന കമാൻഡോ ഫോഴ്സുകളുണ്ട്. പക്ഷേ രുദ്രയ്ക്കകത്ത് തന്നെ കമാൻഡോ ഫോഴ്സ് ഉണ്ട്. പീരങ്കിപ്പട വേണമെങ്കിൽ പീരങ്കിപ്പട ഇതിനകത്തുണ്ട്. അതായത് പീരങ്കിപ്പടയുടെ ഒരു യൂണിറ്റിനെ വിളിക്കണ്ട. രുദ്ര അങ്ങോട്ട് പോയാൽ രുദ്രയുടെ കൂടെ എന്തുണ്ട്? ആളില്ലാ വിമാനം വേണമെങ്കിൽ ഡ്രോൺ ഉണ്ട്, പീരങ്കിപ്പട വേണേൽ പീരങ്കിപ്പടയുണ്ട്, കമാൻഡോ ഫോഴ്സ് വേണേൽ കമാൻഡോ ഫോഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പുതിയ സേനാ വ്യൂഹമാണ് രുദ്ര. അത്തരം 2 നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു രുദ്ര ഒരു ബാച്ച്, ഒരു യൂണിറ്റ് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് സർവ്വസജ്ജമാണ്. ഏത് തരത്തിലുള്ള ഓപ്പറേഷന് പറ്റുന്ന പീരങ്കിപ്പട, പാറ്റൻ ടാങ്ക് എല്ലാം ഉണ്ട്. എല്ലാം ചേർന്നിട്ടുള്ള സർവ്വസജ്ജമായൊരു യൂണിറ്റ്. അതിന് വേറെ പുറത്തുനിന്ന് ഒരു യൂണിറ്റിനെയും സഹായം വിളിക്കേണ്ട. അത്ര പ്രഹരശേഷിയുള്ള ഒരു യൂണിറ്റാണ് രുദ്ര. ഇനി ഭൈരവനെ കുറിച്ച് പറയുമ്പോൾ, ഭൈരവ് എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ലൈറ്റ് കമാൻഡോ യൂണിറ്റാണ്. കമാൻഡോസാണ്. എന്നാൽ മറ്റേ NSG SPG ഒക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ഖാത്തക്ക് പോലെയുള്ള കമാൻഡോ, ലൈറ്റ് കമാൻഡോ എന്ന് വെച്ചാൽ ഒരു പരിമിതമായ ലക്ഷ്യമുള്ള ഒരു കമാൻഡോ യൂണിറ്റ്. ഭൈരവിനെ നമ്മൾ വിന്യസിക്കാൻ പോകുന്ന അതിർത്തിയിലാണ്. അതിർത്തിയിൽ BSF ഉണ്ട്, നമ്മുടെ പട്ടാളമുണ്ട്. അതുകൂടാതെ ഇനി വരാൻ പോകുന്നത് ഭൈരവ് കമാൻഡോ യൂണിറ്റ്സ് ആണ്. അതായത് ഇവർക്ക് ഡ്രോൺ പ്ലാറ്റൂൺസ് ഉണ്ടാവും. പിന്നെ ഈ ദിവ്യാസ്ത്ര ബറ്റാലിയൻ എന്ന് പറഞ്ഞ പീരങ്കിപ്പട, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിർത്തിയിൽ വിന്യസിക്കണം. അപ്പോൾ ഈ കാലഭൈരവൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഭൈരവന് 8 ഭാവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിലാണ് കാലഭൈരവൻ ഈ പറഞ്ഞത്. അപ്പോൾ അതിർത്തിയിലുള്ള ആളുകൾക്കിടെ രക്ഷ, ഈ ഭൈരവനെ കുറിച്ച് പറയുന്നത് ഭക്തരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് ഭൈരവൻ എന്നാണ് പറയുന്നത്. ഭൈരവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തൻ്റെ കാര്യം പിന്നെ ഭൈരവൻ നോക്കിക്കോളും. കാലഭൈരവനാണെങ്കിലും കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ ഭൈരവൻ്റെ 8 രൂപങ്ങളിലൊന്നാണ്. ശിവൻ്റെ ഏറ്റവും ക്രൗദ്ധഭാവത്തിലുള്ള രൂപമാണ് ഭൈരവൻ.
ക്രുദ്ധനായ ശിവൻ എന്ന് വേണം പറയാം. അപ്പം നമ്മൾ ഈ ഇത്തരത്തിൽ ആയുധങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പുരാണത്തിലെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പേരുകൾ നമ്മളിപ്പം S-500 അല്ലെ 400 മേടിച്ചാൽ അതിനുടനെ നമ്മൾ പുരാണത്തിൽ ഒരു പേരാണ് കൊടുക്കുന്നത്. ഇപ്പം രുദ്ര അല്ലെ ഈ പറയുന്ന ഭൈരവ, വിഷ്ണു മിസൈൽ അല്ലെ, ഇനി നമ്മൾ പിനാക്കെ നമ്മുടെ മിസൈൽ ശിവന്റെ ബില്ലാണ്. നമ്മൾ S-400 മേടിച്ചില്ലേ, S-400 മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സുദർശന ചക്രം നേട്ടത്. അതിപ്പോൾ നമ്മുടെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ അള്ളാഹു അക്ബർ പേരിടാൻ പറ്റുമോ? നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ സുദർശന ചക്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പരമമായ ഒരായുധം അല്ലേ. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം സൂര്യനെ പോലും മറച്ച ആയുധമാണ്. ജയദ്രഥനെ കൊല്ലാൻ വേണ്ടി സൂര്യനെ വിഷ്ണു സുദർശന ചക്രം കൊണ്ടാണ് മറച്ചത്. ഒരു ശ്രീചക്ര പൂജ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാക്തേയ ആരാധനാ സമ്പ്രദായമാണ്. അപ്പോൾ ഇത്തരം ചില ബിംബങ്ങൾ, പ്രതീകങ്ങളൊക്കെ നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ ഈ ഭാരതീയമായ നമ്മുടെ സംസ്കാരങ്ങളെയും ചിഹ്നങ്ങളെയും പേരുകളെയൊക്കെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് ആവണം. പിന്നെ നമുക്ക് ഈ രുദ്രൻ നമ്മുടെ ഇതിഹാസത്തിലെ ഏറ്റവും കരുത്തനായ ഒരു ദേവതയാണ്. ഞാൻ പറഞ്ഞു ഭൈരവൻ എന്ന് പറഞ്ഞാൽ ഭക്തരെ ഏത് വിധേയനെയും രക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള, അതിനുവേണ്ടി ഏതറ്റം വരെ പോകുന്ന ആളാണ് ഭൈരവൻ. അപ്പോൾ അതിർത്തി കാക്കാൻ BSFനും ആർമിക്കും പുറമെ ഒരു കമാൻഡോ യൂണിറ്റിനെ വിന്യസിക്കുകയാണെങ്കിൽ ആ അതിർത്തിയിലുള്ള ജനങ്ങളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സേനാ വിഭാഗം എന്ന തരത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ ഒരു വേദങ്ങളിൽ, ഇപ്പം രുദ്രൻ്റെ പേര് വേദങ്ങളിലുണ്ടെന്ന് പറയുന്നല്ലോ എന്ന് പറയുന്ന പോലെ അത്തരം പേരുകളല്ലാതെ ഏറ്റവും ആപ്റ്റായ പേരെന്താ ഉള്ളത്? അതുപോലെ തന്നെ ഈ കര, വ്യോമ, നാവികസേന അങ്ങനെയാണ് നമ്മൾ ഇത്രയും നാൾ കരുതുന്നത്. ഇപ്പം അങ്ങനെയല്ല. കരസേനയുടെ കൂടെ ഹെലികോപ്റ്റർ വരുന്നു, എയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് വരുന്നു, അങ്ങനത്തെ നേരത്തെ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പാച്ചെ വന്നല്ലോ. അപ്പാച്ചെ വന്നു, പറക്കും ടാങ്ക് എന്ന് വിളിക്കുന്ന അപ്പാച്ചെ നമ്മുടെ ആർമിക്കാണ് വന്നത്. എയർഫോഴ്സിന് നേരത്തെ അപ്പാച്ചെ ഉണ്ട്, 22 നേരത്തെ ഉണ്ട്. കരസേനയ്ക്ക് ആദ്യമായിട്ട് കരസേനയ്ക്ക് ഇപ്പം നമ്മുടെ ഇപ്പം ഇവിടെ ഉള്ളത് സദേൺ നേവൽ കമാൻഡ് അവിടെ ഉള്ളത്, നേവൽ എയർബേസ് ഇല്ലേ. നാവികസേനയ്ക്ക് വിമാനത്താവളമുണ്ട്. ആർമിക്ക് വിമാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഈ മറ്റ് ചില ആയുധങ്ങൾ, ഒരു സേന എന്ന് പറഞ്ഞാൽ കരസേന കരയിൽ കൂടെ മാത്രം സഞ്ചരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, സൈന്യരെ എത്തിക്കൽ, ഇതൊക്കെ എയർഫോഴ്സിന് വിളിച്ചു വരുത്താൻ പറ്റില്ല. ഇപ്പോൾ കരസേനയ്ക്ക് അടിയന്തരമായി ഒരു 500 പട്ടാളക്കാരെ എവിടെയെങ്കിലും എത്തിക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം വിമാനത്തിലാണ് പോകുന്നത്. അപ്പോൾ കരസേനയ്ക്കും ഈ പറയുന്ന പോലെയുള്ള എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഈ അപ്പാച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. അപ്പാച്ചയുടെ ഫ്യൂസിലേജ് ഉണ്ടല്ലോ. അപ്പാച്ച ഇപ്പോൾ നമ്മൾ വാങ്ങുന്നു, നമ്മൾ നോക്കുകയാണ്, വിദേശത്ത് നിന്ന് വാങ്ങിച്ചു. പക്ഷേ അപ്പാച്ചയുടെ ഫ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയാണ്. ഈ ബോഡി ഉണ്ടാക്കുന്ന ടാറ്റയാണ് അപ്പാച്ചയുടെ. പക്ഷെ നമ്മൾ മേടിച്ച അമേരിക്കുന്ന അപ്പോൾ ഇതിൻ്റെ ബോഡി വരെ നിർമ്മിക്കാനും മാത്രം നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ കോൺട്രാക്ട് എടുത്ത് ബോയിങ് കമ്പനിയുടെ അപ്പാച്ചെ, ബോയിങ് കമ്പനിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററിൻ്റെ ബോഡി നിർമ്മിച്ച് കൊടുക്കുന്നത് ടാറ്റയാണ്. ആ ടാറ്റ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ടെക്നോളജി മോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഓർഡിനൻസ് നിർമ്മാണം, ആയുധ നിർമ്മാണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കുത്തകയാക്കാതെ സ്വകാര്യ മേഖലയ്ക്കൂടെ കൈമാറി പുതിയ അദാനി ആണെങ്കിലും ടാറ്റ ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും L&T ആണെങ്കിലും ഒക്കെ രംഗത്തേക്ക് വന്നതിന് ശേഷം വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായി. ഹൈദരാബാദിലെ ഹോസ്റ്റൽ മുറിയിലെ പിള്ളേർ കാമിക്കാസ ഡ്രോണുകളുണ്ടാക്കി. കഴിഞ്ഞ ദിവസത്തെ വാർത്തയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകൾ. 2 വിദ്യാർത്ഥികളുണ്ടാക്കി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 300 കിലോമീറ്റർ പറക്കുന്ന ഡ്രോണുകൾ ഉണ്ടാക്കി. അത് വിജയകരമായി പറക്കുന്നു. അതിൽ 1 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് വകുപ്പിൻ്റെ ആളുകൾ നേരിട്ട് വിദ്യാർത്ഥികളെ കാണുകയാണ്. കൊള്ളാം മക്കളെ, നിങ്ങളുടെ ഡ്രോൺ കൊള്ളാം, നിങ്ങൾ പട്ടാളത്തിൽ ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് പട്ടാളത്തിന് ഉണ്ടാക്കിത്താ. അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് വഴി അവർക്ക് സൈന്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ 300 കിലോമീറ്റർ വരെ പറക്കുന്ന കാമിക്കാസ ഡ്രോണുകൾ ഈ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നത് വാങ്ങുകയാണ്. അപ്പോൾ മോദി വന്നതിന് ശേഷം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, ചാമ്പിക്കോ മക്കളെ, ഞാനുണ്ട് കൂടെ എന്ന് മോദി പറയുന്നു പറഞ്ഞാൽ അങ്ങനെ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സൈന്യത്തിൻ്റെ കാര്യത്തിൽ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നു. CDS അനിൽ ചൗഹാൻ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പറേഷൻ സിന്ധു നിർത്തിയിട്ടില്ല, തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് പക്ഷേ അതിനുള്ള സന്നാഹങ്ങൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേനയെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ശേഷിയുള്ള, പ്രഹരശേഷി കൂട്ടുന്ന ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയത്തില്ലേ, പൂക്കളുടെ ഒരു കൂടെ, ഒരു പൂക്കൂടയ്ക്കകത്ത് റോസ് ഉണ്ടാവും, ജമന്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു പുതിയ ഇൻഫൻട്രിക്കകത്ത് പീരങ്കിപ്പട,
സ്പെഷ്യൽ ഫോഴ്സ്, കവചിത സേന, കാലാള്, ഇതെല്ലാം കൂടെയുള്ള ഒരു സന്നാഹം നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ ഒരു യൂണിറ്റ് പോയാൽ എല്ലാം തകഞ്ഞു. അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് പുതിയ നമ്മുടെ നിലവിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചുള്ളൊരു മാറ്റമാണ്. പിന്നെ ഈ സിനിമ ചോദിച്ച പോലെ നമ്മുടെ ഈ കോടതിയിൽ കോടതിയിൽ പോയാൽ എഴുതി വെച്ചെങ്കിൽ സത്യമേവ ജയതേ എന്നാണ് അല്ലേ. അതും ഈ പറഞ്ഞ പോലെ ഹിന്ദു പുരാണങ്ങളിൽ നിന്നും ഹിന്ദു ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആപ്തവാക്യങ്ങളാണ് നമ്മുടെ കോടതികളിലും നമ്മുടെ പൊതുസ്ഥാപനങ്ങളിലും ഒക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിനാക്ക എന്ന് പറഞ്ഞാലും രുദ്രൻ എന്ന് പറഞ്ഞാലും ഭൈരവൻ എന്ന് പറഞ്ഞാലും ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സേനകളുടെ വാർക്രൈ. ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ജയ് മഹാകാളി എന്നും ഹർ ഹർ മഹാദേവ് എന്നും ഒക്കെ വിളിക്കുന്ന വാർക്രൈസ് ഉണ്ട്. ഇതൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ വേറെ തരത്തിൽ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ സേന വലിയ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ രുദ്രനും ഭൈരവനും കൂടെ ചേർന്നിരിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.